ഇയർസിന്റെ ശേഷം കല്യാണം കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം എണീറ്റ് ഒന്ന് ഒരു ചെറിയ ചെക്ക് ചെയ്ത് നോക്കാന്നുള്ളൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി. ചെക്കാക്കി നോക്കുന്നുണ്ട്. എനിക്ക് സ്ട്രിപ്പ് എല്ലാം ഉണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഇവൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദോശ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ സ്ട്രിപ്പ് വന്നിട്ട് ഞാൻ ഇവനടുത്ത് കാണിച്ചു കൊടുത്തു. ഞാനത് ഷോക്കായി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഈ ഇതിലൊക്കെ കാണുന്ന പോലെ ഞാൻ നിനക്ക് സർപ്രൈസ് തരാം അങ്ങനൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ ഷോക്കായി. ഡോക്ടർ പറഞ്ഞു ഒരു 6 months ആവും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ. പക്ഷെ പെട്ടെന്നായി പോയി, രണ്ടുപേരും ഷോക്കിലായി പോയി. പിന്നെ ഡോക്ടറെ നോക്കി, ഡോക്ടർ പറഞ്ഞു ഓക്കെ കൺഫേം ആയി. അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ആദ്യം കുട്ടി കയ്യിൽ വാങ്ങിയ ശേഷം അത് വല്ലാതെ എമോഷനാണ്. അത് ജസ്റ്റ് ലൈഫ് ടൈം എമോഷനാണ് അത് കിട്ടിയത്. வாழ்வின் மொழியே காலம் முழுதும் உன்னை ரசிப்பேன். ஆசை மழையே பேசும் அழகே என்னை மறந்து. പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങളുടെ വർക്ക് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷെ എൻ്റെ ഫുൾ പ്രഗ്നൻസി ജേർണി പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ടിൽ 9 months വരേക്കും. അത് ഞങ്ങൾ ഓൾറെഡി ഫിക്സ് ആക്കിയതാ. ഇത് ഫുൾ ആയിട്ട് ഞങ്ങൾ തന്നെ നോക്കണം. അതെ, A to Z എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ 2 പേർ മാത്രം കൺട്രോളിൽ ഉണ്ടാവണമെന്ന് ആദ്യ ഡേറ്റിൽ ഫിക്സ് ആക്കിയത്. അതുപോലെ നടന്നു. നിറയെ പഠിച്ചു, നിറയെ എമോഷണലായി, நிறைய கரெக்டாக அறிஞ்சு. ഡേറ്റ് ഒന്ന് 25 പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഒരു അറൗണ്ട് 10 days മുന്നേ തന്നെ ഡോക്ടർ നമ്മുടെ ബേബിന്റെ ഡെലിവറി ഡേറ്റ് 25th ആയിരുന്നു. നമ്മൾ ക്രിസ്മസ് ബേബി ആയിട്ട് വെക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായപ്പോൾ വിഷമമുണ്ട്. പക്ഷെ ഡോക്ടർ സീരിയസ്നെസ് കൊണ്ട് ഇല്ല, പെട്ടെന്ന് അഡ്മിറ്റ് ആവണം അങ്ങനെ പറഞ്ഞ് ഓക്കെ അങ്ങനെ പ്ലാൻ ആക്കി. 7 ദിവസം ഞങ്ങൾ ലൈഫ് ടൈം മെമ്മറിയാ ഹോസ്പിറ്റലിൽ. അതെ, ജീവൻ നീ വാഴും നീ ദൈവം തന്ന വരം നീ. ജീവൻ നീ വാഴും നീ ദൈവം തന്ന വരം നീ. வானம் பூமி நீ கேட்கும் யாவும் உந்தன் பரிசாக்குவேன். கல்லோ முள்ளோ நான் ஓடி சென்று உன்னை உருவாக்குவேன். கண்ணே உன்னை விட செல்வம் ஏது, தாயான என் பேராசையெல்லாம் உன்னுடன் வாழ்வதே. ഞങ്ങളുടെ വളകാപ്പ് നടന്നിട്ടുണ്ടായിരുന്നു 9th month. സോ 7th month ബാംഗ്ലൂരിൽ വെച്ചിട്ട് തന്നെ. സോ അത് തമിഴ്നാട്ടിൽ ഓൾറെഡി അറിയാൻ അവരുടെ ചടങ്ങാണ്. സോ ആ ചടങ്ങ് നടക്കുമ്പോൾ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ബോയ് ബേബി ആണെങ്കിൽ ഇന്ന കളർ വെക്കണം, ഗേൾ ബേബി ആണെങ്കിൽ ബോർഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൽ കൗണ്ട് കൂടുതലായിട്ട് വന്നത് ബോയ് ബേബിക്കായിരുന്നു.
പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് പേഴ്സണലി ബോയ് ബേബി ആവും. അതായത് എനിക്ക് ഇവന്റെ ഒരു മിനി വേർഷൻ എനിക്ക് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇവന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതെ, എന്റെ മിനി വേർഷൻ കാണണമെന്നായിരുന്നു ഇവന്റെ ആഗ്രഹം. പക്ഷെ ഫൈനലി നേരെ അതെ, എനിക്ക് ഇവന്റെ വേർഷൻ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അന്നാണ് എന്താ വിചാരിച്ചതല്ല, പക്ഷെ എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടം. പക്ഷെ ഞാൻ ബ്ലൂ ഷർട്ട് ഇട്ടിട്ട് നിൽക്കാണ്. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. പക്ഷെ ബായ് ബേബി ഭയങ്കര ഷോക്ക്, ഭയങ്കര ഹാപ്പിയാ, കംപ്ലീറ്റ് ഹാപ്പിയാ. അവൻ പേരെ ചരിത്രം മറക്കാതെ. മേധവ് ആദിത്യ.